സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നല്ലൊരു വീഡിയോ കാണാനിടയായി. അത് നമ്മൾ എല്ലാവരും കാണേണ്ട ഒരു വീഡിയോ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല സ്ഥലങ്ങളിലും പോയിട്ട് ഇതുപോലെ നാണം കെടുന്നതിന് പകരം നമ്മളെ അത് കുറച്ച് കാര്യങ്ങൾ പറയാം. ഏതായാലും ആ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരെ. ഒരു സൈക്കോളജിസ്റ്റ് എന്ന രീതിയിൽ ഞാൻ എപ്പോഴും അത് നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ്. ഇനി വരുന്ന ജനറേഷൻ ആണെങ്കിൽ, ഇനി ഉള്ള ഇവിടെ ഇരിക്കുന്ന ജനറേഷൻ ആണെങ്കിൽ, നിങ്ങൾ ദയവ് ചെയ്ത് ആൾക്കാരെ കാണുമ്പോൾ, സെലിബ്രിറ്റികളെ കാണുമ്പോൾ ഫോട്ടോ എടുക്കാനെന്നും പറഞ്ഞ് സെൽഫി എടുക്കാനെന്നും പറഞ്ഞ് ഇങ്ങനെ കിടന്ന് ഓടല്ലേ. ഇതാ കണ്ടില്ലേ, വയനാട്ടിലെ എത്ര വലിയൊരു മനുഷ്യനെയാണ് അവഹേളിച്ച് ആ ഒരു വാക്ക് പറഞ്ഞ് ഇപ്പോൾ ഭയങ്കര ഇതായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ സെൽഫ് റെസ്പെക്റ്റ് പഠിക്കുക, സെൽഫ് വാല്യൂ പഠിക്കുക. മനസ്സിലായോ? അവർ ഇപ്പോൾ സെലിബ്രിറ്റികൾ എന്ന് പറയുന്നത് നമ്മളെപ്പോലുള്ള മനുഷ്യന്മാർ തിയേറ്ററിൽ പോയിരുന്ന് സിനിമ കാണാനുള്ളത് കൊണ്ടാണ് അവരൊക്കെ BMW ലംബോർഗിനിയും തെരാരിയും അങ്ങനെ പോലുള്ള കാറുകൾ വാങ്ങി വലിയ വലിയ വീടുകൾ വെച്ച് അവിടെ ഇവിടെയൊക്കെ കൂളിംഗ് ഗ്ലാസ് വെച്ച് നടക്കുന്നത്. ഞാനിപ്പോൾ ഇദ്ദേഹത്തിനെന്നല്ല, ഞാൻ എല്ലാ സെലിബ്രിറ്റികളെയും ബാക്കി നടക്കുന്ന, ഫോട്ടോ എടുക്കാൻ നടക്കുന്ന മറ്റു മനുഷ്യന്മാരാണ്. നാണമില്ലേ മനുഷ്യന്മാരെ നിങ്ങൾക്ക്? ഈ റഫീഖ് എന്ന് പറയുന്ന ആൾക്ക് ആ വയനാട്ടിലെ ഒരു എസ്റ്റേറ്റിലുള്ള തേയിലത്തോട്ടത്തിൽ തൊഴിലാളി കൊടുക്കുന്ന ബഹുമാനം ഇതിനേക്കാൾ എത്രയോ വലുതാണെന്നറിയാമോ? ഒരു സബീല ബീഗം എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നാണ് ഈ ഒരു വീഡിയോ വന്നിരിക്കുന്നത്. വളരെ നല്ലൊരു വീഡിയോ ആണ്, വളരെ നല്ലൊരു മെസ്സേജ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാവർക്കും തന്നെ സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട്. പണത്തിന്റെ പുറകിലല്ല സെൽഫ് റെസ്പെക്റ്റ്. ഇവിടെ പല ആൾക്കാരും വിചാരിക്കുന്നത് എന്താ വെച്ചാൽ പണമാണ് ഏറ്റവും വലുത് എന്നാണ് ചെറിയ ആൾക്കാരൊക്കെ വിചാരിക്കുന്നത്. പക്ഷെ പണമല്ല. പണത്തിന്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ജോലിയോട് കൂടിയുള്ള ആത്മാർത്ഥതയോട് കൂടിയിട്ടുള്ള സെൽഫ് റെസ്പെക്റ്റുകൾ നമുക്കുണ്ട്. ചില ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഒരു കൂലിപ്പണിക്കാരനാണ്, എനിക്ക് അവനോട് ഇപ്പൊ യോഗ്യതയില്ല, എനിക്ക് അവന്റെ കൂടെ പോകാൻ യോഗ്യതയില്ല, അവന് വലിയ കാറുകളുണ്ട്, ഒന്നിച്ചു പഠിച്ചവനായിരിക്കും ചിലപ്പോഴും, പക്ഷെ അവനൊരു കാറുണ്ട് എന്നൊക്കെ പറയും. പക്ഷേ അവൻ്റെതായ റെസ്പെക്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് നിങ്ങളേതായ റെസ്പെക്റ്റ് ഉണ്ട്. അതാണ് പറയുന്നത്. നിങ്ങൾ ഏത് സ്ഥലത്താണ് നിൽക്കുന്നത്, നിങ്ങൾക്ക് അതിൻ്റെതായ ഒരു ഇതുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, മമ്മൂക്ക കാണിച്ചിരിക്കുന്ന ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ വായിൽ നിന്ന് അങ്ങനെ വീണു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആദ്യത്തെ സംഭവം ഒന്നും ആയിരിക്കൂല. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളുകളായിട്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു പച്ച മനുഷ്യനാണ്. മോഹൻലാലായാലും അതുപോലത്തെ എല്ലാവരും പച്ച മനുഷ്യന്മാരാണ്. അവരുടെ ഉള്ളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ സെലിബ്രിറ്റികളായിട്ടുണ്ടാകാം, പക്ഷെ അവരുടെ ഉള്ളിലുള്ള ആ ഒരു വിദ്വേഷവും ഭീതും കാര്യങ്ങളും ഒക്കെ എന്ന് പറഞ്ഞാൽ അതുപോലെ കിടപ്പുണ്ടാകും. അത് പലപ്പോഴും എന്ന് പറഞ്ഞാൽ ഇതുപോലെ പുറത്തു വരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇവർ പറഞ്ഞതുപോലെ നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ടുകൾ കൊണ്ടു കൊടുത്ത് സിനിമ കാണുന്നതുകൊണ്ട് മാത്രമാണ് ഇവരൊക്കെ ഞെളിഞ്ഞു നിന്ന് നടക്കുന്നത്, അല്ലാതെ വേറെ ഒരു തൊങ്ങുമില്ല. നാളെ ഇപ്പോഴും സിനിമ കാണുന്നില്ല. ഇപ്പോഴും എന്ന് പറഞ്ഞാൽ കോടികൾ മുടക്കിയിട്ട് ഒരു സിനിമ വരുന്നുണ്ട്. മോഹൻലാൽ, മമ്മൂട്ടി, അതുപോലെ തന്നെ മറ്റുള്ളവരെല്ലാവരും അഭിനയിക്കുന്ന ഒരു സിനിമയാണ്. അത് നാട്ടുകാർ നാളെ കാണാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്ഷായ്മ ഇന്ന വരക്കുവാർന്ന്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് സിനിമ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഇവറ്റകൾക്കും കാര്യമുള്ളൂ. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും വിണ്ണിൽ നിന്നും ഇറങ്ങിയ പൊന്ന് തമ്പുരാനൊന്നും അല്ലല്ലോ മമ്മൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തിയായിരുന്നു. അത് ഞാൻ പറയാം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ റഫീഖ് എന്ന് പറയുന്ന ആളായാലും സിദ്ദിഖ് എന്ന് പറയുന്ന ആളായാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പം നേഴ്സന്മാർ കൂവിയിട്ടുണ്ട് മന്ത്രിനെ. അത് ആരായി കഴിഞ്ഞാലും ഒരു മനുഷ്യനെ പോലും അവഹേളിക്കാൻ പാടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയാം, നേരിട്ട് പോയിട്ട് ചോദിക്കുക, ഞങ്ങളുടെ അവകാശം ഇതാണ്, ഞങ്ങൾക്ക് ഇതാണ്. മമ്മൂക്കയ്ക്കാണെങ്കിലും വേണമെങ്കിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തി പറയാം, ഞാൻ ഈ ഒരു പ്രോഗ്രാമിനാണ് വന്നത്, അല്ലാതെ നിങ്ങൾ വിളിച്ചിട്ടല്ല, നിങ്ങൾ അതുകൊണ്ട് ഇവിടുന്ന് തൽക്കാലം പോകണം എന്ന് വേണമെങ്കിൽ സ്വകാര്യമായിട്ട് അങ്ങേർക്ക് പറയാമായിരുന്നു. അങ്ങേര് സ്വകാര്യം പറഞ്ഞതാണെങ്കിലും അങ്ങയുടെ കൂടെ ഉണ്ടായിരുന്ന മൈക്കുകളൊക്കെ എന്ന് പറഞ്ഞത് ഒപ്പിയെടുക്കുന്ന തിരക്കിലായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു സംഭവം വെളിയിൽ വന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു വിവാദവും കാര്യങ്ങളൊക്കെ അവസാനിപ്പിക്കണമെന്ന് ഈ റഫീഖ് തന്നെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു മാന്യതയാണിത്. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിന് ഇതോടുകൂടി പിന്നെന്താ പറയുക, ഇതങ്ങനെ തുടർന്ന് കൊണ്ടുപോകാൻ താല്പര്യമില്ല. അയാൾ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇതിലും വലിയ റെസ്പെക്ട് കിട്ടുന്നുണ്ടാകും. ഇപ്പോൾ ഈ സഹോദരി പറഞ്ഞതുപോലെ തേയില തൊഴിലാളി കൊടുക്കുന്ന റെസ്പെക്ട് ഉണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ആ ഒരു ടൗൺഷിപ്പിന്റെ ഉദ്ഘാടനത്തിന് വന്നത് മുഖ്യമന്ത്രിയുടെ കൂടെയാണ്. രാഷ്ട്രീയ പാർട്ടി എന്തോ ആയിക്കോട്ടെ ഏതോ ആയിക്കോട്ടെ, പൊതുപ്രവർത്തകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊതുപ്രവർത്തകരാണ്. എല്ലാ പൊതുപ്രവർത്തകരും ഒരുപോലെയല്ല. അതും നിങ്ങൾ മനസ്സിലാക്കുക. നല്ല രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന, ഒരുപാട് നന്മകൾ ചെയ്യുന്ന, ഒരുപാട് പേര് ദൈവത്തെ പോലെ കാണുന്ന ഒരുപാട് പൊതുപ്രവർത്തകരുണ്ട്. ഇന്ന് നമ്മൾ കാണുന്നൊന്നും നിങ്ങൾ നോക്കണ്ട. അതായത് തോട്ടം തൊഴിലാളിയായാലും മറ്റുള്ള തൊഴിലാളികളായാലും ഒരു കാലത്ത് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ അല്ലെങ്കിൽ ചവിട്ടും ആട്ടും തുപ്പുകയറ്റി ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരായിരുന്നു. അവരെയൊക്കെ എന്ന് പറഞ്ഞാൽ നേർവഴിയിൽ കൊണ്ടുവന്ന് അവർക്ക് മാന്യമായ ശമ്പളവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തത് ചില പൊതുപ്രവർത്തകർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പൊതുപ്രവർത്തകരെ ഇങ്ങനെ അടച്ച് ആക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യവും ഉണ്ടാകരുത്. പൊതുപ്രവർത്തകർക്ക് അവരുടേതായ കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട്. ഇപ്പൊ മമ്മൂട്ടി ഇന്നലെ അവിടെ വന്നപ്പോഴും മമ്മൂട്ടിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത് എന്ന് കരുതിയിട്ടായിരിക്കാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, മമ്മൂട്ടി എവിടെ പോകുമ്പോഴും നല്ല പിഷാരടി ഉണ്ടാകാറുണ്ട്.
അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് നേതാക്കൾ ഉണ്ടാകാറുണ്ട്, ഇവരൊക്കെ ഉണ്ടാകാറുണ്ട്. ഇപ്പൊ പിഷാരടി ഇപ്പോഴും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ്. ഇനി നാളെ ഇപ്പോൾ പോയിട്ട് പിഷാരടി കൂടെയുണ്ടല്ലോ, മമ്മൂട്ടി പറയോ അയ്യോ നീ ഇങ്ങനെ നടക്കണ്ട, നീ വിളിച്ചിട്ടേ ഞാൻ വന്നതെന്ന് പറയും? അങ്ങനെ പറയില്ല, ഒരിക്കലും പറയത്തില്ല. അങ്ങേര് ഇത് അവിടെ നിന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ എന്തോ ഒരു ഇങ്ങേർക്ക് ഒരു മനസ്സിലൊരു ഇത് കല്ലുകടി കിട്ടിയിട്ടുണ്ട്. മമ്മൂട്ടിക്ക് കൃത്യമായിട്ട് മനസ്സിലൊരു കല്ലുകടി ഉണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതായത് മമ്മൂട്ടി ശരിക്കും ഇടതുപക്ഷ സഹയാത്രികനാണ്, അദ്ദേഹം രാജ്യസഭ MP ആകും എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുമാത്രവുമല്ല അദ്ദേഹത്തിന് എന്താ പറയേണ്ടത്, അദ്ദേഹം കൈരളി ജീവിന്റെ ചെയർമാനാണ്. അപ്പൊ ഇപ്പോഴദ്ദേഹത്തിന് എന്തോ ഒരു തരത്തിലുള്ള ഒരു ഭയം കുടുങ്ങിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അതായത് ഇത് എന്തെങ്കിലും റെയ്ഡ് വരുമോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മകനെ ബുദ്ധിമുട്ടിക്കോ എന്നുള്ള ഒരുപാട് വിഷമങ്ങൾ ഇദ്ദേഹത്തിന് കുടുങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പതുക്കെ ഇദ്ദേഹം എല്ലാത്തൊന്നും പിന്മാറാനുള്ള ഒരു ലക്ഷ്യമായിരിക്കാം. ആ ലക്ഷ്യത്തിന്റെ ഇടയിൽ നിങ്ങൾ വന്നിട്ട് ഇനി അത് ചൊറയാക്കണ്ട എന്ന് ഇദ്ദേഹത്തിന് തോന്നിയിരിക്കാം. അങ്ങനെയാണ് ഈ ഒരു സംഭവം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം, ഒരുത്തം വന്നു കഴിഞ്ഞാൽ ഓൻ അനാവശ്യമായിട്ട് ബഹുമാനിക്കാതിരിക്കുക. അനാവശ്യമായിട്ട് സാറേ സാറേ എന്ന് വിളിക്കുന്ന ചില ടീമുകളുണ്ട്. എന്തിനാ വിളിക്കുന്നത്? അതായത് ആരെ കണ്ടു കഴിഞ്ഞാലും നമ്മൾ സാറേ സാറേ എന്നൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല, ഏതോനെയും വിളിക്കേണ്ട. ഇപ്പൊ നമ്മൾ സകല സ്ഥലത്ത് പോയിട്ട് സാറേ സാറേ എന്ന് വിളിക്കും, എവിടെ പോയി കഴിഞ്ഞാലും നമ്മൾ സാറേ സാറേ എന്ന് വിളിക്കും. എന്താ അതിന്റെ ആവശ്യം എന്താണ്? അവർ വേണമെങ്കിൽ അവർ ഇങ്ങോട്ട് തരുന്നത് എന്താണ്? അങ്ങോട്ട് അത് മാത്രമേ അങ്ങോട്ട് കൊടുക്കാതു. ഇങ്ങോട്ട് എടാന്ന് വിളിച്ചു കഴിഞ്ഞാൽ ശരിയടാന്ന് മാത്രമേ അങ്ങോട്ട് പറയാതു. അല്ലാതെ ഇങ്ങോട്ട് ഏടിയാടാ പോകുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇന്ന സ്ഥലത്തേക്കാന്നടാന്ന് പറയണം. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ സാറേ അയ്യോ സാറേ അയ്യോ സാറേ, എന്തിനതിൻ്റെ ആവശ്യം? നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ പേടിക്കണ്ടു. ഇത് എവിടെ പോയി കഴിഞ്ഞാലും ഇത് തന്നെയാണ് പരിപാടി. അതായത് ഏത് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ, എന്തോ ഗവൺമെന്റ് ഓഫീസിൽ വരെ പോയി കഴിഞ്ഞാൽ സാറേ എന്ന് വിളിച്ചില്ലെങ്കിൽ അവർക്ക് എന്തോ ഒരു കുറച്ചിൽ പോലെയാണ് ചില ആൾക്കാർക്കൊക്കെ. എല്ലാവരും സാറേ എന്ന് വിളിക്കണം. അങ്ങനെ ഒരു പരിപാടിയില്ല മക്കളെ. അതായത് അവർക്ക് അവരുടെ ജോലിയുടേതായ ഇതുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഹീറോ ആണ്, നിങ്ങളുടെ മക്കളുടെ അടുത്ത് നിങ്ങൾ ഹീറോ ആണ്, നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ അറിയുന്നിടത്ത് നിങ്ങൾ ഹീറോ ആണ്. അല്ലാതെ അവൻ്റെ ഒന്നും മുമ്പ് പോയിട്ട് ഓച്ചാനിച്ച് നിൽക്കേണ്ടതല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിൻ്റെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ട ഒരു ആളല്ല ഈ റഫീഖ് എന്ന് പറഞ്ഞ ആള്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂവി അവരുടെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ട ഒരാളല്ല ഈ നമ്മളെ സിദ്ദിഖ്. അതിനെ മന്ത്രിയെ പോവുക, ഇതൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സംഭവം തന്നെയാണ്. അതായത് എല്ലാവർക്കും തന്നെ അവൻ്റേതായ ഇതുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു തരം ഇതിലല്ല തീർക്കേണ്ടത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പം മമ്മൂക്ക എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്ക് വ്യക്തി വൈരാഗ്യമോ കാര്യമൊന്നുമില്ല, ഞാൻ ആരാധകരും തന്നെയാണ്. പക്ഷെ അങ്ങനെ കാണിക്കുന്ന എല്ലാ കാര്യത്തിനും ഓക്കെ എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം മമ്മൂക്ക ചെയ്ത് ശരിയാണ്, മമ്മൂക്ക അയാളോട് മാറി, അതൊരിക്കലും ശരിയല്ല. ഞാൻ പറഞ്ഞില്ല, എല്ലാവർക്കും സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്ഥലത്തെ ഹീറോ ആണ്. അതുപോലെ തന്നെയാണ് മമ്മൂട്ടി എന്ന് പറയുന്നയാൾ നമ്മൾ സിനിമ കാണുന്നതുകൊണ്ട് മാത്രമാണ് ഹീറോ. അദ്ദേഹം ശരിക്കും വിചാരിക്കേണ്ടതെന്നറിയാം, പ്രേക്ഷകരാണ് എൻ്റെ രാജാവ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് അദ്ദേഹം വിചാരിക്കേണ്ടത്. പക്ഷെ ആ ഒരു വിചാരം അദ്ദേഹത്തിന് ഇല്ലാതായിപ്പോയി. ഏതായാലും ഈ സഹോദരിയുടെ വീഡിയോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഇതിൻ്റെ മറുപടികൾ കമൻറ്റ് രൂപത്തിൽ തന്നെ വന്നോട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഇവിടെ കൊണ്ട് നിർത്തണം. ഇപ്പോഴും ഒരുപാട് പേര് പുഴുക്കളെ പോലെ ജീവിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ അടിമകളെയാണ് ഇഷ്ടം. അതാണ് മനസ്സിലാക്കേണ്ടത്. ഒരുത്തന്നെ നന്നാകുന്നതായിരിക്കും ഇഷ്ടമല്ല. അതായത് അടിമകളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബുദ്ധിമുട്ടുമ്പോൾ മാത്രമേ മറ്റുള്ളവന് സന്തോഷമുള്ളൂ. നന്ദി, നമസ്കാരം.